കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് UDF അധികാരത്തിൽ വരാൻ തന്നെയാണ് ഏറെക്കുറെ വലിയ സാധ്യതകൾ തുറന്നു വരുന്നത്. അപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നുള്ള ചർച്ചകളും ഇപ്പോൾ രൂക്ഷമാവുകയാണ്. അപ്പോൾ അഞ്ചാമതൊരു മന്ത്രി ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ആശങ്ക ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താണ്? യഥാർത്ഥത്തിൽ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടം. ആ സമയത്താണ് ഒരു മന്ത്രി കൂടി വേണമെന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മഞ്ഞളാംകുഴി അലി, ഇപ്പോൾ 4 മന്ത്രിമാർ നിലവിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മന്ത്രി കൂടെ വേണമെന്നുള്ള ആവശ്യം മഞ്ഞളാംകുഴി അലിയെ അടുത്തൊരു മന്ത്രിയാക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലും LDF നിന്നുമാണ് ഏറ്റവും കൂടുതലും വിഷയങ്ങളുണ്ടായത്. പ്രധാനമായിട്ടും മുസ്ലിം ലീഗാണ് UDF ഭരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും ഇതിനു മുമ്പിട്ടും ഇപ്പോൾ നമ്മുടെ പാർട്ടി പ്രസിഡന്റായിട്ടുള്ള ഗോവിന്ദമാഷ് വരെ പല തവണ എറിഞ്ഞിട്ട് കൊടുത്തൊരു സാധനമാണ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്, മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനകൾ. അതെ, പലരും അത് നടത്തുന്നുണ്ട്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും UDF അധികാരത്തിൽ വരുന്നതോ അല്ലെങ്കിൽ LDF തോക്കാൻ പോകുന്നതോ ഇതൊന്നും അല്ല വിഷയം എന്ന് പറയുന്നത്. ഉപമുഖ്യമന്ത്രിയായി മുസ്ലിം ലീഗിൽ ഒരു വ്യക്തി വരുമോ, അല്ലെങ്കിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വളരെ രീതിയിൽ. മുസ്ലിം ലീഗിനൊരു പ്രാതിനിധ്യം കിട്ടുന്നത് ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട്. മുസ്ലിം ലീഗിനെ അടർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയ പാർട്ടി ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ CPM തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിന് ഇപ്പോഴും ഒരു ജനകീയ മുഖമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്, UDFനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. UDFന് വെളിയിലേക്ക് മുസ്ലിം ലീഗ് പോകുകയാണെങ്കിൽ അതിനൊരു വർഗീയ പാർട്ടി മാത്രമായിട്ട് ചിത്രീകരിക്കുകയുള്ളൂ. UDFനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് ഇപ്പോഴും മുസ്ലിം ലീഗിനെ ആളുകൾ പരിഗണിക്കുന്നത്. അതിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് തൊട്ടേ മുസ്ലിം ലീഗ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു, ഇന്ത്യക്കൊപ്പമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയം സംഭവിക്കുന്നത് 5 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. 5 മന്ത്രിമാർ കിട്ടുമോ എന്നുള്ള ആശങ്കയും ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 25 പേരാണ് മത്സരിക്കുന്നത്. ഏകദേശം അതിൽ 23-24 പേരും വിജയിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കോൺഗ്രസിനെ അധികം നാണം കെടുത്താതെ നിർത്തിയൊരു പാർട്ടി എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. 47 സീറ്റുകളാണ് UDF പിടിച്ചത്. അതായത് 99 സീറ്റുകളാണ് LDFന് നേടുന്നത്. അപ്പോൾ അത്രയും വലിയൊരു നാണക്കേടിൽ നിന്നും UDFനെ സംരക്ഷിച്ച് നിർത്തിയത് മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു UDFൽ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഈ മുന്നണിയുടെ കാര്യം എടുത്തു നോക്കിയാലും മുസ്ലിം ലീഗിന് ആ മാന്യതയും ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. ഈ പുറത്തു നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ മാന്യതയ്ക്കെതിരായി നിന്ന് അവരെ ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. രാഹുൽ നേരത്തെ സൂചിപ്പിച്ച കാര്യം പാർട്ടിക്കുള്ളിൽ ചില ആളുകൾക്കും ഈ ഒരു വിഷയം വരും. അതായത് ഇപ്പോൾ 5ാം മന്ത്രിയായിട്ട് മുസ്ലിം ലീഗിൽ ഒരാളെ പരിഗണിക്കുമ്പോൾ അത് കോൺഗ്രസിൽ ഒരാൾക്ക് കിട്ടേണ്ട മന്ത്രിസ്ഥാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറവിലി കൂട്ടുന്ന ഒരു പറ്റം നേതാക്കൾ കാണുമല്ലോ. അപ്പോൾ അവർക്കാണ് വിഷയം വരുന്നത്. ഇപ്പോൾ 2011 പോലും പല കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യ പ്രസ്താവനയിലേക്ക് പോയി, മുസ്ലിം ലീഗിനാണെങ്കിൽ കൊടുക്കരുത്, മുസ്ലിം ലീഗ് പറയുന്ന എല്ലാം കൈയടിച്ച് പാസ്സാക്കരുത് എന്ന് പറഞ്ഞൊരു സാഹചര്യം. പക്ഷെ അങ്ങനെയല്ല. മുസ്ലിം ലീഗിനെ പരിഗണിച്ചതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് ഈ 10 വർഷമായിട്ട് കേരളത്തിൽ അധികാരമില്ല. 10 വർഷമായിട്ട് അധികാരമില്ലെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ, ഇപ്പോൾ VS ജോയിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാർട്ടിയെ ഒന്ന് വിമർശിക്കാൻ, അതായത് UDFനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും ഇത്രയും വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ, അതായത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തർക്കങ്ങൾ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, ഇവരുടെ പേരുകൾ പറഞ്ഞ് കോൺഗ്രസിനകത്ത് ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോൾ പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും UDFന് മോശം വരുന്ന രീതിയിൽ മുസ്ലിം ലീഗ് ഒരു പ്രസ്താവനയും നടത്തില്ല. അല്ലേ? പക്ഷേ മുസ്ലിം ലീഗിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് പക്ഷേ അക്രമ സ്വഭാവത്തോടെ അല്ല അത് അറിയിക്കുന്നത്. അത് കൃത്യമായുള്ള നിലപാടോട് സൗമ്യതയോടെ രാഷ്ട്രീയ പക്വതയോടെ കൂടെ തന്നെ അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പിന്തുണ ഇവിടെയാണ് എന്നുള്ള കാര്യം കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കുന്നു, VD സതീശൻ ഇനി മുസ്ലിം ലീഗിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴാണ് അതൊരു പ്രശ്നമാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ LDF എപ്പോഴും പറയുന്നത് UDFനകത്തൊരു മുസ്ലിം മന്ത്രി വരാൻ പോകുന്നു. UDF എപ്പോഴും അവർക്കൊരു ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുണ്ട് UDFന് എപ്പോഴും അനുകൂലമായിട്ട്. ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LDFന് ഇവിടെ എല്ലാം സുഖമായി. LDFന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്?
കൂടുതലും ഭൂരിപക്ഷ വോട്ടുകളാണ് LDF കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ 10 വർഷമായിട്ടും LDF അനുകൂലമായതുകൊണ്ടാണ് ഭരണത്തിൽ വരാൻ കഴിഞ്ഞത് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ വോട്ടുകൾ, ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം അവർ റിവേഴ്സ് പഠിച്ചു. UDF അനുകൂലമായിട്ട് വരാൻ പോകുന്നു എന്നൊരു ട്രെൻഡ് കണ്ടപ്പോഴാണ് തോൽക്കുമെന്നുള്ളൊരു വിഷയം LDF തന്നെ ചർച്ച ചെയ്യുന്നത്. അതായത് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ഏകീകരിച്ചിട്ടുണ്ടോ എന്നത് LDF ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മുസ്ലിം വോട്ട് ബാങ്ക് ആണെങ്കിൽ പോലും അത് ഏകീകൃതമായിട്ടാണ് വരുന്നത്. പലപ്പോഴും പൗരത്വ ഭേദഗതി ബില്ലാണെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഏകീകരിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാറി മാറി വരുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അല്ല, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ്. എന്തുകൊണ്ടാണ് ഈ ട്രെൻഡുകൾ മാറുന്നത്? ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വോട്ട് ബാങ്കുകൾ ഏകീകൃതമായിട്ട് പല ആളുകളിലേക്കും ചെല്ലുന്നതുകൊണ്ടാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാം സ്പ്ലിറ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില മണ്ഡലങ്ങളിൽ ഏകീകരിച്ചു പോകും, ചില മണ്ഡലങ്ങളിൽ സ്പ്ലിറ്റ് ആയിട്ട് പോകും. ആ മണ്ഡലത്തിൻ്റെ സവിശേഷത അനുസരിച്ചാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് ഏകീകൃതമായിട്ട് എല്ലാം ഒറ്റ ഒന്നിലേക്ക് ചെന്ന് കയറും. അതായത് BJPക്ക് എതിരായിട്ടാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നൊരു ടാഗ് ആയിരിക്കും ആ സമയത്ത് അവരെല്ലാം ഉപയോഗിക്കുന്നത്. BJPക്ക് എതിരായിട്ട് CPMനേക്കാൾ ബദലായിട്ട് നിൽക്കാൻ കഴിയുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ് എന്നതുകൊണ്ടാണ് UDFന് ആ വോട്ട് ബാങ്കുകൾ കൃത്യമായിട്ട് ചെല്ലുന്നത്. അത് സ്വാഭാവികമായും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്, CPM എന്ന് പറയുന്നത് എവിടെയെല്ലാം ചുരുങ്ങുന്ന പാർട്ടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വന്ന ട്രെൻഡ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. എപ്പോഴും ഈ ഹിന്ദുത്വ വോട്ടുകളിൽ വിഭാഗീയത ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കി തങ്ങളിലേക്ക് വരണമെങ്കിൽ, തങ്ങളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, അവർ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ വേണ്ടി നിൽക്കുന്ന ഒരു മുസ്ലിം ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അടിച്ചമർത്തിയാണ്. അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറയുന്നത് മാത്രമേ ആ പാർട്ടിയിൽ നടക്കൂ, ബാക്കി ആര് പറഞ്ഞാലും നടക്കില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ LDFന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. 2011 പോലും LDF ആണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വാലയെ തൂങ്ങി നടക്കുകയാണ്, മുസ്ലിം ലീഗ് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ അടിമകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് കുറേ വാക്കുകൾ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോഴേക്കും അതിനകത്തുള്ള ആളുകളെ അതായത് അണികളെപ്പോലും മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാനൊരു പ്രാപ്തരാക്കും. മുസ്ലിം ലീഗിന് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊരു തോന്നൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രാഹുൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ തന്നെ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരുമായ ഒരു പടലപ്പിണക്കം സൃഷ്ടിക്കാൻ പുറത്തു നിന്നുള്ളവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ചകൾ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളത്തിൽ പിടിക്കാൻ കഴിയില്ലല്ലോ. UDF എന്ന് പറയുന്ന മുന്നണിയിലേക്ക്, ഈ മുന്നണി സംവിധാനത്തിൽ എനിക്ക് UDFന്റെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് അതിൻ്റെതായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കണം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 25 പേര് മത്സരിക്കുമ്പോൾ 24 പേരും വിജയിച്ച് വരികയാണെങ്കിൽ 5ാമതൊരു മന്ത്രിയെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, 6ാമതൊരു മന്ത്രിയെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം 10 വർഷമായിട്ട് അധികാരമില്ലാതെ നടക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി സംവിധാനത്തെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും കുറ്റം പറയാതെ, ആ പാർട്ടിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ ഒരു മുന്നണി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ മുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ടോ, ആ മുന്നണിയെ നിലനിർത്തുന്നുണ്ടോ, ആ മുന്നണിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, ഒരു തെറ്റുമില്ല. മുസ്ലിം ലീഗിനെ പരിഗണിക്കുന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ്, UDFന്റെ ആവശ്യമാണ്.